ഷാലോം TV ഒരുക്കുന്ന മാസവണക്കം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയിലേക്ക് നടന്നെടുക്കുന്ന ആത്മീയ ശുശ്രൂഷ. സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള്, വ്യാകുല മാതാവിൻ്റെ തിരുനാള്, ഇതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ദിനങ്ങളിൽ ഈ ഒരു മാസക്കാലം അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് യാചിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി ഈ ഒരു ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്വർലോകരാജ്ഞിയ മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. സർലോകരാജ്ഞിയാം മാതാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തെന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ ഓരോ മാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള തിരുനാളുകളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നത് അമ്മയിലൂടെ നമ്മളെല്ലാവരും ഈശോയിലേക്ക് നടന്നെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മ എന്ന ആ വലിയൊരു സങ്കല്പം ഒത്തിരി പ്രത്യാശ നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, സഹനങ്ങളിൽ കൂടെ നിൽക്കുന്നതാണ്, സ്വർഗം നൽകിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അനുദിന ജീവിതത്തിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതയാത്രയുടെ ആരംഭം മുതൽ ഒരമ്മ എങ്ങനെയാണോ നിലകൊള്ളുന്നത്, ഇതുപോലെ ആത്മീയ യാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ നമ്മളെ സഹായിക്കുവാനായി പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ട് കേട്ടോ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം, അതായത് അമ്മയ്ക്ക് മടുപ്പില്ലെന്നേ. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരമ്മ മടുപ്പില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ക്ഷമയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ ചിലപ്പോൾ തളർന്നു പോകുന്ന അവസ്ഥകളിൽ നമുക്കറിയാം, ചില വേളകളിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം, ചില പരാജയങ്ങൾ സംഭവിക്കുന്ന വേളകളുണ്ടാകാം, ചില തിക്താനുഭവങ്ങൾ കടന്നു വരുന്ന നിമിഷങ്ങൾ. അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളിൽ മടുപ്പ് കൂടാതെ നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനമാണ്, അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ. സെപ്റ്റംബർ മാസത്തിൽ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. ആദ്യം തന്നെ നമ്മൾ 8 നോമ്പ് നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ ജനനത്തിനൊരുക്കമായിട്ട് സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ 8 നോമ്പ് ആചരണമുണ്ട്. 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ, വലിയ സന്തോഷമാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ ഓർമ്മ നമുക്ക് നൽകുന്ന ഒരു സന്തോഷം, ദൈവഹിതത്തോട് പരിശുദ്ധ അമ്മ ചേർന്ന് നിന്നവളാണ്. തുടർന്ന് 15-ാം തീയതി ആകുമ്പോഴേക്കും വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ്. ജനനത്തിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുമ്പോൾ
ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ കടന്നുപോയ ചില സങ്കടങ്ങളുടെ നിമിഷങ്ങൾ, ആ സങ്കടവേളകളിൽ എപ്രകാരമാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തോട് പരിശുദ്ധ അമ്മ ചേർന്ന് നിന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നല്ലേ. അപ്പോൾ അമ്മയോട് ചേർന്നുള്ള ഓരോ ജീവിതവും ഈശോയുടെ കൃപകളിലേക്ക് അമ്മ ചേർത്ത് പിടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സഭയുടെ പഠനം അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, ത്രൂ മേരി ടു ജീസസ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ജപമാല ചൊല്ലണം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. അമ്മയുടെ കരം പിടിക്കുന്ന കുഞ്ഞ് ഒരിക്കലും കൃപയിൽ നിന്ന്, ദൈവ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ അമ്മ അനുവദിക്കില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ അപേക്ഷിക്കാം, യാചിക്കാം. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകമായിട്ട് തിരുസഭ വ്യാകുല മാതാവിൻ്റെ വണക്കത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സെപ്റ്റംബർ മാസം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവപിതാവിൻ്റെ ഹിതത്തിന് സമ്മതം മൂളിയപ്പോൾ ലോക ചരിത്രത്തെ മാറ്റിമുറിച്ച ഒരു സമ്മതം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നതാ. ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മ സമ്മതം മൂളിയത് മുതൽ പിന്നീടുള്ള ജീവിതയാത്രയിൽ നോക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വ്യാകുലങ്ങളും സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ കരുത്തു നൽകിയത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം നമുക്ക് സുപരിചിതമായ തമ്പുരാൻ്റെ വചനം. ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ കൂട്ടുപിടിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധ അമ്മ കൂട്ടുപിടിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ഇതാ ലൂക്കാ സുവിശേഷം 1-ന്റെ 35-ാം വചനം ഇപ്രകാരമാ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് സമ്മതം മൂളിയപ്പോൾ തുടർന്നുള്ള ജീവിതത്തിലെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വഴി നടത്തൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 7 വ്യാകുലങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം കടന്നുപോയത്. സഭ നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ. പ്രിയമുള്ളവരെ, ഇതേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ് അല്ലേ? ആ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാം, പേനയൊക്കെ ഒന്ന് എടുത്ത് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചു പോവുകയാണ്. 7 വ്യാകുലങ്ങളിൽ 1-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ശിമയോൻ്റെ പ്രവചനം. പരിശുദ്ധ അമ്മയും യൗസപിതാവും ഉണ്ണി ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സമയത്ത് ശിമയോൻ ഇതാ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വാക്കുകളാണ്, ഇതാ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ആദ്യത്തെ വ്യാകുലമാണ് ശിമയോൻ്റെ പ്രവചനം. 2-ാമത്തെ വ്യാകുലം പരിശുദ്ധ അമ്മയും യൗസപിതാവും ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന, ഈജിപ്തിലേക്കുള്ള പലായനമാണ് 2-ാമത്തെ വ്യാകുലം. എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ല. ഈജിപ്തിൽ പോയാൽ എങ്ങനെ ജീവിക്കും, കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കും, ഒന്നും അറിയത്തില്ല. ഇതാണ് 2-ാമത്തെ വ്യാകുലം. 3-ാമത്തേത് ഇതാ ഉണ്ണീശോയെ ഇതാ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി 12-ാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്ന അമ്മയുടെയും യൗസപിതാവിൻ്റെ സങ്കടങ്ങൾ. അതായത് 3-ാമത്തെ വ്യാകുലം ഉണ്ണീശോയെ ദേവാലയത്തിൽ, ഈശോയെ ബാലനായ ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. 4-ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ വലിയൊരു സഹനത്തിലൂടെ കടന്നു പോകുന്ന കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. കുരിശേന്തി പോകുന്ന പൊന്നോമനെ, പൊന്നുമകനെ
ഇതാ അകലങ്ങളിൽ നിന്ന് കാണുന്ന അമ്മ, അടുത്തേക്ക് കടന്നു ചെന്ന് ആശ്വസിപ്പിക്കുന്ന അമ്മ, കുരിശിൻ്റെ വഴി നമ്മൾ ധ്യാനിച്ചു പോകുന്നുണ്ട്. 4-ാമത്തെ വ്യാകുലം, ഈശോയെ കുരിശിൻ്റെ വഴിയിൽ പിൻചൊല്ലുന്ന അമ്മ. 5-ാമത്തേത് ഇതാ സ്വപുത്രൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യയെ കുരിശിൽ തൂങ്ങി മരിക്കുന്നത്, പുത്രൻ്റെ മേനി തൻ്റെ മടിയിൽ കിടത്തുന്നത് 6-ാമത്തെ വ്യാകുലം. 7-ാമത്തെ വ്യാകുലം ഇതാ ഈശോയെ സംസ്കരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 7 വ്യാകുലങ്ങളിലൂടെ പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുണ്ട്. ഒരമ്മ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ തിക്ത അനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, വേദനകളിലൂടെയൊക്കെ പരിശുദ്ധ അമ്മ കടന്നുപോയപ്പോൾ എങ്ങനെയാണ് പിതാവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഹനങ്ങളിലും വ്യാകുലങ്ങളുടെ നടുവിലും പ്രത്യാശയോടെ മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നുണ്ടല്ലോ പ്രിയമുള്ളൊരു വലിയൊരു പ്രത്യാശയാണ്. വ്യാകുലങ്ങളുടെയും സഹനങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം, അതിന് പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയത് ആരംഭത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓർക്കുന്നുണ്ടോ? ലൂക്കാ സുവിശേഷം 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈ ഉത്തരം പറയുവാൻ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയതുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ നിറവാ. ഓർക്കണം കേട്ടോ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ, നമ്മുടെ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സഹനങ്ങളിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മുന്നേറുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കി, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ സഹനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ പ്രത്യാശ നൽകുന്ന സാന്നിധ്യമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, വ്യാകുലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം നടുവിലും അമ്മയുടെ മുഖത്ത് ഒരു സങ്കടത്തിൻ്റെ ഭാവമില്ല. സങ്കടമല്ല നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രത്യാശയാണ്. ഒരമ്മയുടെ മുഖത്ത് നോക്കുന്ന കുഞ്ഞിന് ലഭിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. വീണ് കിടന്നപ്പോൾ അമ്മ ഈ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് വാരിയെടുക്കുമ്പോൾ ഈ കുഞ്ഞിന് ലഭിക്കുന്നൊരാശ്വാസമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ തളർച്ചകളുടെ നടുവിൽ പരിശുദ്ധ അമ്മയുടെ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ പ്രത്യാശയുടെ ഒരു സ്പന്ദനം നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നിന്റെ ജീവിതം നിറയപ്പെടുമ്പോൾ സഹനങ്ങളുടെ നടുവിൽ പ്രത്യാശയോടെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ 1-ാമത്തെ വ്യാകുലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഇതാ ശിമയോൻ്റെ പക്കൽ ഉണ്ണീശോയെ കാഴ്ചവെക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഇതാ ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ അതിനെക്കുറിച്ച് അത് കേട്ടപാടി സങ്കടപ്പെടുന്നില്ല, ആകുലപ്പെടുന്നില്ല. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥപ്പെടുകയാണ്. ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരും, ചില രോഗങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഇനി എന്തു ചെയ്യും? ദൈവത്തിലുള്ള പ്രത്യാശ പോലും നഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഉണ്ടല്ലോ, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും നീ കർത്താവിൽ, ദൈവത്തിൽ ഒരു കൈ അങ്ങ് ചേർത്ത് പിടിച്ചാൽ കർത്താവ് നയിച്ചുകൊള്ളും. അതല്ലേ രാത്രിക്ക് രാത്രി പരിശുദ്ധ അമ്മയും യോസേപ്പിതാവ് ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന 2-ാമത്തെ വ്യാകുലം ഓർക്കണം. ഇതാ ഈജിപ്ത് അറിയത്തില്ലാത്ത ഒരു ദേശത്തേക്ക് പോവുകയാണ്. അറിയത്തില്ലാത്ത ദേശം, ആളുകൾ ഒന്നും അറിയില്ല. രാത്രിയുടെ യാമങ്ങളിൽ ഇത് യോസേപ്പിതാവിനോടൊപ്പം നീങ്ങുമ്പോൾ മാനുഷിക ചിന്തയിൽ ഇനി എന്ത് സംഭവിക്കാം? ഈ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ഇതാ ഹെറോദോസിൻ്റെ പടയാളികൾ തങ്ങളെ പിഞ്ചലില്ലേ? ഇങ്ങനെയൊക്കെയുള്ള മാനുഷിക ചോദ്യങ്ങളുടെ നടുവിലും പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഈശോയെ കൂട്ടുപിടിച്ച് നീ യാത്ര ചെയ്താൽ, തമ്പുരാനെ ചേർത്ത് പിടിച്ച് യാത്ര ചെയ്താൽ ഇതാ നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ വഴികൾ ദൈവം എടുത്തു മാറ്റും.
ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ വഴികളുണ്ടല്ലോ, തമ്പുരാൻ എടുത്തു മാറ്റും. പ്രിയമുള്ളവരെ, ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരിക്കൽ പൊട്ട ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം വന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛാ, ഇനി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അതുമാത്രമല്ല, ഞങ്ങളുടെ മകൻ അവൻ 22 വയസ്സ് പ്രായമായിട്ടുള്ളൂ, ഒരു കേസിൽ കുടുങ്ങി അവന് ജയിലിലായി. ഇല്ലാത്ത പൈസ മുടക്കി അവനെ പുറത്തേക്ക് ഇറക്കി. ഞങ്ങൾ സ്ഥലവും എല്ലാം ലോണും ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ലഹരി കേസിൽപ്പെട്ട് വീണ്ടും അവൻ പിടിക്കപ്പെട്ടു. അച്ഛാ, നാട്ടിൽ ഞങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല, സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഇനി മുന്നോട്ടൊരു മാർഗമില്ല, ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സങ്കടത്തോടെ പോട്ടാശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു 60 വയസ്സ് പിന്നിട്ട ഒരപ്പനും അമ്മയും. പ്രിയമുള്ളവരെ, ഇവരോട് ഞാൻ പറഞ്ഞത്, നിത്യാരാധന പള്ളിയുണ്ട്, അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കും. നിത്യാരാധന പള്ളിയിൽ പോയിരുന്ന് ഏതാണ്ടൊരു 1/4 മണിക്കൂർ പ്രാർത്ഥിച്ച് ഈ സഹോദരങ്ങളെ കാണാനായിട്ട് ഞാൻ വീണ്ടും ചെന്നപ്പോൾ ഇവരെന്നോട് പറഞ്ഞ കാര്യം ഇതാ: അച്ഛാ, ഞങ്ങളെ ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ചേ, മുന്നോട്ടുള്ള വഴി കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക, യോസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുക, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വഴികളിൽ ഈശോയെ നീ കൂട്ടുപിടിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നിനക്കായി വഴികൾ തുറക്കും. ദൈവം തൻ്റെ ദൂതരെ നിനക്ക് മുൻപേ അയക്കും. മാർക്കോസ് 1:2 വചനം, ഐ വിൽ സെൻഡ് മൈ മെസ്സഞ്ചർ എഹെഡ് ഓഫ് യു. ഞാൻ നിനക്ക് മുൻപേ എൻ്റെ ദൂതരെ അയക്കും, എൻ്റെ വഴികൾ ഒരുക്കും. കർത്താവ് നമ്മളെ നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മരുഭൂമി അനുഭവങ്ങളിലും ദൈവം നമുക്ക് പ്രത്യാശ നൽകും. യേശയ്യ 58:11-12, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. നിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ നിനക്ക് അവിടുന്ന് സമൃദ്ധി നൽകും. ദൈവം ഓർമ്മപ്പെടുത്തുക, പരിശുദ്ധയമ്മ നമ്മളെ പഠിപ്പിക്കുക, നിൻ്റെ സഹനവേളകളിൽ, ഇരുളടയുന്ന നിമിഷങ്ങളിലും കർത്താവിനെ നീ കൈവെടിയരുത്. 3-ാമത്തെ വ്യാകുലം 12-ാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നു. അമ്മയെ ഓർമ്മപ്പെടുത്തുക, പതിവനുസരിച്ച് അവർ ദേവാലയത്തിൽ പോയി. നിൻ്റെ ജീവിതത്തിലും പതിവുകൾ ഉണ്ടാകണം, നല്ല പതിവുകൾ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന പതിവുകൾ, കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ശീലങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ട യേശു സാന്നിധ്യത്തെ തിരിച്ചു പിടിക്കേണ്ട ഇടം അത് ദേവാലയമാണ്. നഷ്ടപ്പെട്ട യേശു ചൈതന്യത്തെ, ദൈവ സാന്നിധ്യത്തെ തിരിച്ചു പിടിക്കുവാൻ നീ ദേവാലയത്തിലേക്ക് അണയുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നഷ്ടപ്പെട്ട ദൈവീക കൃപാവരങ്ങളെ നിന്നിലേക്ക് പകർന്നു നൽകുന്ന യേശു സാന്നിധ്യം കടന്നു വരും. പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല പതിവുകൾ, കൂദാശകൾ സ്വീകരിക്കുന്ന പതിവുകൾ, കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുകൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് 3-ാമത്തെ വ്യാകുലത്തിലൂടെ അമ്മ നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ കുർബാനയോടുള്ള സമീപനങ്ങളും കൂദാശ സ്വീകരണങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളുമൊക്കെ അല്പം കൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 4-ാമത്തെ വ്യാകുലം പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിൽ ഈശോയെ കണ്ടുമുട്ടുന്ന രംഗം. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ മനോഹരമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഉണ്ണിയായിരുന്ന ഈശോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാല് തെറ്റി വീഴുന്നു. ഉണ്ണി വീണതറിഞ്ഞ് ഓടി ചെല്ലുന്ന അമ്മ, പണി ചെയ്തുകൊണ്ടിരുന്നിടത്ത് എഴുന്നേറ്റ് ഓടി ചെല്ലുന്നു. ഉണ്ണീശോയെ ഇങ്ങനെ വാരി എടുക്കുന്നു, തൂത്തു തലോടുന്നു, വാത്സല്യത്തോടെ സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ നൽകുമ്പോൾ ഉണ്ണിയുടെ മുഖത്ത് സന്തോഷമാ. കുരിശിൻ്റെ വഴിയിൽ കുരിശുമായി നിലത്ത് വീഴുന്ന ഈശോയെ ഒന്ന് സഹായിക്കാൻ ഓടിയെടുക്കുമ്പോൾ പട്ടാളക്കാരിങ്ങനെ പിടിച്ചു മാറ്റുന്ന ഒരു രംഗമുണ്ട്. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ അതിലൂടെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും അമ്മ തളരുന്നില്ല. അമ്മയും ഈശോയും പരസ്പരം നോക്കുന്ന, അവരുടെ കണ്ണുകൾ ഉടക്കുന്ന ഒരു രംഗമുണ്ട്. ആത്മീയ പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഈശോയ്ക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അമ്മയുടെ സാന്നിധ്യം കരുത്ത് നൽകി. കുരിശിൻ്റെ വഴിയിലും കാൽവരിയിലും എല്ലാം നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. സങ്കടങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണമെന്ന് പറയുന്നത് വലിയ സങ്കടം. അമ്മമാർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മക്കൾ മരണപ്പെടുന്നത് വലിയ സങ്കടമാണ്. പലപ്പോഴും പല ഭവനങ്ങളിലും ഈ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പോകുമ്പോൾ
പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, ആ വേദനയുടെ നടുവിലും ഇതാ പ്രിയപ്പെട്ടവരെല്ലാം ചേർത്ത് പിടിച്ച് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്കും പന്തക്കുസ്തായുടെ ആത്മീയ നിറവിലേക്കും സ്ലീഹന്മാരെയും കൂടെയുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ പ്രിയമുള്ളവരെ. എടുത്ത തീരുമാനം പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തിയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വ്യാകുലങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഇതാ പ്രത്യാശയോടെ നിലകൊള്ളുവാൻ ആ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ആ ദൈവം നിനക്ക് കരുത്ത് നൽകും. സെപ്റ്റംബർ മാസം പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിൻ്റെ തീരുമാനങ്ങൾ, നിൻ്റെ ഓരോ വാക്കുകൾ, നിൻ്റെ ഓരോ പ്രവൃത്തികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രത്യേകമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ മുന്നേറിയതുപോലെ, ദൈവമേ, അനുദിന ജീവിതയാത്രയിൽ ഞങ്ങളുടെയും സഹനങ്ങളുടെ, വേദനകളുടെ, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളെ ശാന്തമായിട്ടൊന്ന് അടയ്ക്കാം. സെപ്റ്റംബർ മാസം തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുക, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, അമ്മയുടെ ജനന തിരുനാൾ 8 നോമ്പ് പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ സന്തോഷിക്കുന്ന ദിനങ്ങൾ. ഒപ്പം ആ ജീവിതത്തിലെ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യാകുലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 15-ാം തീയതി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുക, ജീവിതത്തിൻ്റെ വ്യാകുലങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എങ്ങനെ പ്രത്യാശയോടെ മുന്നേറാം. അമ്മ മാതാവേ, ഞങ്ങളുടെയും ജീവിതങ്ങളെ അമ്മയൊന്ന് ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ ഒന്ന് പൊതിയണമേ. ഞങ്ങളെ ചേർത്ത് പിടിച്ച് പ്രിയസുതൻ്റെ പക്കൽ നിന്നും അനുദിന ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. സങ്കടത്തിലും അസ്വസ്ഥതയിലുമായിരുന്ന സ്ലീഹന്മാരെ ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും പുതുജീവിതത്തിലേക്കും അവരെ നയിക്കുവാൻ അമ്മ അവരുടെ കൂടെ ആയിരുന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യ കാരുണ്യ ആരാധനയിലേക്ക് ഏറ്റവും ഭക്തിയോടെ പ്രവേശിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ ഈ തിരുവൽത്താരയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. അമ്മ മാതാവേ, ഞങ്ങൾക്കായി പ്രിയസുതനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങയിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ നോക്കിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഈശോയിലേക്ക് നീ ചേർന്ന് നിൽക്കണം.
അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. തമ്പുരാൻ പറയുന്നത് കേൾക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈശോയെ ദിവ്യകാരുണ്യനാഥ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെല്ലാവരെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, ജീവിത മേഖലകളെ തമ്പുരാൻ്റെ തിരുവൽധാരയിലേക്ക് ഭക്തിയോടെ നമുക്ക് ചേർത്ത് വെച്ച് ധനത്തിൻ്റെ വരികളോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇന്നേ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ച്, ഒന്ന് സ്തുതിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, കൃപ നിറഞ്ഞവനെ ആരാധന, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനെ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ തിരുവൽത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു മാസത്തെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഇതാ ഈ തിരുവൽത്താരയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. അമ്മ നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? നിന്റെ ജീവിതത്തെ ഈ അൾത്താരയിലേക്ക് നീ ചേർത്ത് വെക്ക്, നിന്റെ കുടുംബത്തെ ഈ അൾത്താരയിലേക്ക് ചേർത്ത് വെക്ക്, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഈ തിരുവൽത്താരയിലേക്ക് ചേർത്ത് വെക്ക്. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ ഉത്തരമില്ലാത്ത പ്രശ്നങ്ങൾക്ക്, നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഈ തമ്പുരാനുണ്ടല്ലോ വഴി തെളിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ നമ്മെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ച്, പ്രിയപ്പെട്ടവര്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെ, രോഗങ്ങളാൽ ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബ ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കള്, കുഞ്ഞുമക്കള്, ജോലിയിലായിരിക്കുന്നവരെല്ലാവരെയും നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, ഈ കർത്താവ്, ഈ പൊന്നു തമ്പുരാനുണ്ടല്ലോ, ഈ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ
ഈശോ നമ്മുടെ ജീവിതത്തെ അലിവോടെ ഒന്ന് നോക്കിയാൽ നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഉത്തരമുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾക്ക് ഉത്തരമുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിൽ ഇതാ കർത്താവ് പറയുകയാണ്, നീ അവിടുത്തെ ആരാധിക്കണം. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും അനുഗ്രഹിക്കപ്പെടും. പുറപ്പാട് പുസ്തകത്തിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക, നീ ദൈവത്തെ ആരാധിച്ചാൽ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിന്റെ ഭക്ഷ്യവും നിന്റെ പാനീയവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനത്തിൽ വന്ധ്യതയുണ്ടാവുകയില്ല, ഗർഭചിത്രമുണ്ടാവുകയില്ല. നിന്റെ ജീവിതം സമൃദ്ധമായിട്ട് മുന്നേറണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥനയോടെ കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച് ഈ തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഒന്ന് ആരാധിച്ച് ഹൃദയത്തിൽ യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു 2 പേര്, ഒരു 3 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് അല്പം കൂടെ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു 4 പേര്, ഒരു 6 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ നമ്മുടെ ഭവനം മൊത്തം യേശുനാമം, രക്ഷയുടെ നാമം അത് മുഖരിതമാകട്ടെ. ഹല്ലേലൂയ. ആരാധനെ പരിശുദ്ധനെ പരമോന്നത, ഞങ്ങളിതാ നിന്നെ വണങ്ങുന്നു, നിന്നെ ആരാധിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. അലിവോടെ എന്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നീ നോക്കണമേ, അലിവ് തോന്നണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ. ഈശോ ഇതാ പറയുകയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തേക്ക് അവരോട് അനുകമ്പ തോന്നി. ഈശോയെ അലിവോടെ ഞങ്ങളെ നോക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി പ്രാർത്ഥിച്ചേ. ഗാനത്തോട് ചേർന്നേ. ദൈവമേ അലയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ ആമേൻ. പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ചേർന്ന് പാടിക്കേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. കുടുംബത്തിലുള്ള ഓരോരുത്തരെ സമർപ്പിച്ച്, വിദൂരങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിച്ച്, കുടുംബത്തിന്റെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ സമർപ്പിച്ച് അലിവോടെ നോക്കണമേ. അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. അവിടുന്ന് താങ്ങിക്കൊള്ളാം. സങ്കീർത്തനം 55:22 വചനത്തിന്റെ അഭിഷേകം സമർപ്പിക്കട്ടെ. പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ സങ്കീർത്തനം 61:2 ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാനിതാ കർത്താവിനെ വിളിച്ച് നിലവിളിച്ച് അപേക്ഷിക്കുക. ദൈവമേ, എനിക്ക് അപ്രാപ്യമായ എന്റെ ജീവിതത്തിന്റെ പാറയുടെ മുകളിൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ഓർക്കണോട്ടോ പ്രിയമുള്ളവരെ, ഇതാ ദൈവത്തിന്റെ സമാഗമ കൂടാരത്തിന്റെ സാന്നിധ്യം പഴയ നിയമത്തില് ഇസ്രായേൽ സമൂഹത്തിന്റെ കൂടെ ആയിരുന്നപ്പോൾ വലിയ ദൈവിക സാന്നിധ്യം അവർ അനുഭവിച്ചു. ജെറിക്കോ പട്ടണത്തിന്റെ കോട്ടമതിലുകളെ തകർക്കുവാൻ ഇതാ പുരോഹിതര് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കടന്നുപോയപ്പോൾ അവരുടെ മുൻപിൽ ആ വലിയ കോട്ടമതിലുകൾ തകർക്കപ്പെട്ടു. ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങള്, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സങ്കടങ്ങള്, ആകുലതകള്, അസ്വസ്ഥതകള് ഇതാ ദൈവം എടുത്തു മാറ്റും. വിശ്വസിച്ചേ, നിന്റെ ബുദ്ധിക്ക് അതീതമായി നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം. ലൂക്ക 1:37 ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ. ആരാധ്യനെ, പരിശുദ്ധനെ, പരമോന്നത ദൈവമേ, അലിവോടെ നോക്കണമേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധനെ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനെ പരിശുദ്ധനെ പരമോന്നത
തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ മറ്റാരുടെയും മുൻപിൽ നിനക്ക് തലകുനിക്കേണ്ടി വരികയില്ല. ദൈവത്തെ നീ ആരാധിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, ഈ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നാൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചതാ, ഈശോയോട് നീ ചേർന്ന് നിന്നാൽ, അവൻ പറയുന്നത് നീ കേട്ടാൽ, അവൻ പറയുന്നത് നീ പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, ബലഹീനരായ ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ആരാധിച്ചുകൊണ്ട് പാടിക്കേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അലിവോടെ എന്നെ നോക്കണമേ. ഹല്ലേലൂയാ, 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 ആരാധന, പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി നമ്മെ അനുഗ്രഹിക്കുന്ന പരമകാരുണികനായ ഈശോയുടെ മുൻപിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഏതു സാഹചര്യത്തെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള പൊന്നു തമ്പുരാൻ, ദിവ്യകാരുണ്യനാഥ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ ഇതാ ഇരുകരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്തേ. കർത്താവിനെ നോക്കിക്കേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവമേ, നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേകിച്ച് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജീവിത സഹനങ്ങളുടെ നടുവിലും വ്യാകുലങ്ങളുടെ നടുവിലും ഇതാ തിരുക്കുമാരനെ ചേർത്ത് പിടിച്ച് പരിശുദ്ധി അമ്മ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതും ഈശോയിലേക്ക് നീ ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം. അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോ പറയുന്നത് ചെയ്യണമെങ്കിൽ ഈശോ പറയുന്നത് കേൾക്കണം. ഈശോ പറയുന്നത് കേൾക്കണമെങ്കിൽ അവൻ്റെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കണം. ഈശോയെ, പലപ്പോഴും നീ പറയുന്നത് കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം മാനുഷികമായി ഭൗതികമായി ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി ദൂരെയാണ്, ഒത്തിരി അകലെയാണ്. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ എൻ്റെ പൊന്നീശോയെ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നോട് കൂടെ ആയിരിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കരുത്ത് നൽകുന്ന ഈശോ, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഈശോയെ, നീ ഞങ്ങളുടെ കൂടെ വസിക്കണമേ, കൂട്ടിനിരിക്കണമേ. ഞങ്ങളെ ഒരിക്കലും നീ ഉപേക്ഷിച്ചു പോകരുതേ. ആഗ്രഹം കൂടെ വസിക്കണമേ നാഥാ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ, ഞങ്ങളുടെ കൂട്ടിനിരിക്കണമേ. ഞങ്ങളെ നീ കൈവെടിയരുതേ. ഒത്തിരി പാടി പ്രാർത്ഥിച്ചിട്ടുള്ള ഇരടികളല്ലേ, കൂടെ വസിക്കണമേ പൊന്നു തമ്പുരാനെ. വരികൾ നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ചാലോ? കൂടെ വസിക്കണേ, പോകരുതേ,
പാടിക്കേ. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. സ്വയം ഞങ്ങളുടെ പ്രാർത്ഥന ഇത് മാത്രമാണ്. കൂടെ ഉണ്ടാകണമേ. പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ചേർന്ന് സ്വയം നോക്കിക്കൊണ്ട് കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഈ തിരുവൽത്താരയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്കൊന്ന് ചേർത്ത് വെക്കാം. വളരെ പ്രത്യേകമായിട്ട് ശലോം TV ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക്, ശലോം കൂട്ടായ്മയിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളായിട്ട് ഒത്തിരി നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ നിയോഗങ്ങളൊക്കെ ഞങ്ങൾ ചേർത്ത് വെക്കുക. പൊന്നു തമ്പുരാനെ, ശലോം കൂട്ടായ്മയിലേക്ക് ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒത്തിരി രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എല്ലാം നാഥ ഞങ്ങൾ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളെയും നിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, തൊഴിൽ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ, വളരെ പ്രത്യേകമായിട്ട് ഇത് വിദേശത്തേക്ക് ജോലിക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നവർ, അതിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവരെ ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പക്ഷെ എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറിക്കിട്ടുവാൻ, നല്ല ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധമായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിയോഗങ്ങൾ ഞങ്ങൾ ചേർത്ത് വയ്ക്കുക. തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. അപ്പം കാലഘട്ടത്തിൻ്റെ വലിയ തിന്മകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞു മക്കൾ വീണു പോകാതിരിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീണു പോകാതിരിക്കുവാൻ സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ വലിയൊരു തിന്മയാണ്. കൂട്ടുകൂടുമ്പോൾ കുഞ്ഞുങ്ങളങ്ങ് ചെയ്തു പോകുന്ന എൻ്റെ ഈശോയെ, വിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ദിവ്യ കാരുണ്യത്തോട് ചേർന്നിരിക്കുന്ന കൂട്ടുകെട്ടുകൾ, വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുന്ന സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നീ വളർത്തണമേ. ഇവിടേക്ക് അയക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും ഈ തിരുവൽത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഈശോയുടെ അൽത്താരയിലേക്ക് ചേർത്ത് വെച്ചേ. ഈ കർത്താവിന് എടുത്തു മാറ്റാൻ സാധിക്കാത്ത യാതൊന്നും ഇല്ലട്ടോ നമ്മുടെ ജീവിതത്തിൽ. ഈ തമ്പുരാൻ അലിവോടെ നമ്മളെ ഒന്ന് നോക്കിയാൽ തീരാവുന്നതല്ലേ നമ്മുടെ പ്രശ്നങ്ങളുള്ളൂ. സ്നേഹത്തോടെ ഈ കർത്താവിനെ ഒന്ന് നോക്കിക്കേ. ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനം 1-ാം തീയതി അല്ലേ, എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഓർത്തേ, സമർപ്പിച്ചേ. ഒരു മാസക്കാലം നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളെയും, ജോലി വ്യാപാര മാർഗങ്ങളെല്ലാം സമർപ്പിച്ചേ. ഈശോയെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അലിവോടെ ഞങ്ങളെല്ലാവരെയും നോക്കണമേ. പരിശുദ്ധനായവനെ, പരമോന്നതനെ, ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ പാടിയ ഈരടികൾ, കർത്താവേ, പരിശുദ്ധനായവനെ, പരമോന്നതനായവനെ, നിന്നെ ആരാധിക്കുന്ന നിന്റെ ഈ സമൂഹത്തിൻ്റെ മേൽ, ഈ കുടുംബത്തിൻ്റെ മേൽ, വ്യക്തികളുടെ മേൽ, ശലോം കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അലിവോടെ നോക്കണമേ. കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ ഈരടികൾ നമുക്കൊരു 2 പ്രാവശ്യം ഒരുമയോടെ പാടി തമ്പുരാൻ്റെ ദിവികാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഒരുങ്ങാം. ആരാധ്യനേ, സ്വയം നോക്കിക്കൊണ്ട് പരിശുദ്ധനേ, കർത്താവേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. അലിവോടെ പൊന്നുതമ്പുരാനെ, ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഈ തിരുവൽത്താരയിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ബന്ധങ്ങളിലേക്ക്, അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതിലേക്കെല്ലാം നാഥ
നീ നോക്കണമേ, ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഭക്തിയോടെ തമ്പുരാൻ്റെ മുൻപിൽ മുട്ടിന്മേലായിരുന്ന് അവിടുത്തെ കൃപ തുളുമ്പുന്ന ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന